നമ്മൾ ഒരു വട്ടാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇത്രയും ചെളി വന്നു തുടങ്ങി. ഉണ്ടോ? അതേ കല്ലാണത്. കല്ല് കിട്ടിട്ടാ, 2, 3, 4 കല്ലുകൾ കണ്ട. ഇത് കഴുകി വാരി കഴിഞ്ഞപ്പോ അടിയില് അടിഞ്ഞേക്കുന്ന കല്ലും മണ്ണുമാണ് ഈ കാണുന്നൊക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ഫ്ലവർ മിൽ എന്നൊരു മില്ലിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാവുന്നതാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട്? ഞാനിപ്പോ തുടങ്ങിയിട്ട് 1.5 വർഷമായി. 1.5 വർഷമായി തുടങ്ങിയിട്ടല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലവർ മില്ല് തുടങ്ങാൻ തീരുമാനിച്ചത്? ഞാൻ വിദേശത്തും ഇപ്പൊ നെല്ലൂര് അദാനി പോർട്ടിലും ഒക്കെ വർക്ക് ചെയ്തതാണ്. അവിടുന്ന് റിട്ടയർ ആയി വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്ന് കരുതി. ഓക്കെ, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടല്ലേ? അപ്പൊ വിദേശത്തും അതുപോലെ തന്നെ പോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ അതൊക്കെ റിട്ടയർഡ് ആയി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഒരു എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഒരു ഫ്ലവർ മില്ല് തുടങ്ങിയതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്ലവർ മില്ല് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചത്? നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇത്യാദി സാധനങ്ങളിൽ വളരെയധികം പ്രിസർവേറ്റീവ്സും കെമിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തോന്നി, ചെറുപ്പത്തിലെ ഞാൻ വീട്ടിൽ അമ്മയും എല്ലാവരും കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടി, മല്ലിപ്പൊടിയും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ പണ്ട് മുതലേ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി കഴുകി ഉണക്കി പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ടാണ് ചേട്ടന് വളർന്നത്. അപ്പൊ ചേട്ടൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു മില്ല് തുടങ്ങിയിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ല ശുദ്ധമായിട്ടുള്ള ഒരു മുളക് പൊടി, മല്ലിപ്പൊടി കൊടുക്കാന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്താലോ? ഓക്കെ ചേച്ചി, അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിത് കഴുകിയെടുക്കാൻ പോകണം. മഞ്ഞൾ കഴുകിയെടുക്കാൻ പോകണല്ലേ? അപ്പൊ നല്ല നാടൻ മഞ്ഞളാന്ന് തോന്നുന്നല്ലേ? അതെ, നാടൻ മഞ്ഞളാണ്. അപ്പൊ ഇതിൽ ഒരുപാട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പൊടിയുണ്ട്, കല്ലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടുമ്പോ തന്നെ മനസ്സിലാവും, ഒരുപാട് പൊടി പോകുന്നത് കാണാം. അതുപോലെ തന്നെ കല്ല്, മണ്ണ് സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ മഞ്ഞളുണ്ട്. അപ്പൊ ഇത് നമ്മൾ നല്ല വൃത്തി കഴുകിയെടുത്താൽ മാത്രമാണ് നമുക്ക് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നല്ല വൃത്തി കഴുകിയെടുത്താൽ മാത്രമാണ് ഇവിടെ പൊടിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ ഇതുപോലെ മഞ്ഞൾപ്പൊടി മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ കഴുകിയിട്ടാണോ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് കഴുകിയെടുക്കാം അല്ലെ? ഇതേപോലെ വെള്ളം ഇതാക്കിയിട്ടാണ് കഴുകുന്നത്. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയതാണോ ഈ ഒരു സെറ്റപ്പ്? ടാങ്ക് മേടിച്ചിട്ട് കട്ട് ചെയ്ത് ഇതിനു വേണ്ടി തന്നെ ചെയ്തെടുത്താണല്ലേ? അപ്പൊ ഇതിവിടെ സെറ്റ് ചെയ്തെടുത്തുള്ളതാണ് ഇങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ മഞ്ഞൾ മാത്രമാണ് ഇതുപോലെ കഴുകുന്നത്? അല്ല, എല്ലാ സാധനങ്ങളും ഞങ്ങൾ കഴുകി ഉണക്കിയ മുളക്, മല്ലി, മഞ്ഞള്, റാഗി, ഗോതമ്പ്, ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും അല്ലേ? ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ സാധനവും കഴുകി. അപ്പൊ കഴുകി ഉണക്കി വൃത്തിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാവിധ സാധനങ്ങളും ഇതേപോലെ നല്ല വൃത്തിയായി കഴുകി ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം മഞ്ഞൾ കഴുകി കൊടുക്കണം. അപ്പൊ അതിന്റെ ചെളി വരുന്നത് കൂടെ ശ്രദ്ധിച്ചോ. നമ്മൾ ഒരു വട്ടാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇത്രയും ചെളി വന്നു തുടങ്ങി. ഇത് മൊത്തം നമുക്ക് എത്ര വട്ടം കഴുകേണ്ടി വരും? 4-5 പ്രാവശ്യം. 4-5 വട്ടം കഴുകിയാലാണ് ഫുൾ ക്ലീൻ ആവുള്ളൂ അല്ലേ? ഓ, അപ്പൊ അതിന്റെ ചെളി വരുന്നത് കൂടെ കാണാം. ഇത് വലിയൊരു പ്രോസസ് തന്നെയാണ്. നമ്മളിപ്പോ കഴുകി ഇതേപോലെ ഉണക്കി എടുക്കാന്നുള്ളതാണ്. ഇതപ്പം നമ്മൾ 3ാമത്തെ ട്രിപ്പ് മഞ്ഞൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ട്രിപ്പിന്റെ ചെളി കൂടെ കാണാം. 1ാമത്തെ ട്രിപ്പിനേക്കാൾ കുറച്ച് കുറവാണ്, എന്നാലും ചെളി പോകുന്നുണ്ട്. നമ്മൾ 3ാമത്തെ ട്രിപ്പ് നല്ല രീതിയിൽ വീണ്ടും കഴുകിയെടുക്കുകയാണ്. കല്ലാണത്. കല്ല് കിട്ടിയിട്ടാ, 2, 3, 4 കല്ലുകൾ കണ്ട. കല്ലുകൾ നോക്കി നിങ്ങൾ. ഇതേപോലെ നമ്മൾ കഴുകിയെടുത്താൽ മാത്രമാണ് നമുക്ക് കല്ല് സംഭവമൊക്കെ ഇതേപോലെ വേർതിരിച്ച് കളയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ കല്ലൊക്കെ എടുത്ത് കളയണം. അതായത് ചേച്ചിക്ക് ഓരോട്ടം കഴുകുമ്പോൾ അവസാനം കഴുകുമ്പോൾ കല്ല് കിട്ടുന്നുണ്ട്. അതൊക്കെ മാറ്റി മഞ്ഞൾ മാത്രമാക്കി ഇവിടെ സെപ്പറേറ്റ് ആക്കി ഇടുക. അതിന് കല്ല്, പൊടി സംഭവങ്ങളൊക്കെ ബാക്കിയുള്ളത് എടുത്ത് കളയാന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ എത്ര കല്ലാന്ന് നോക്കി കിട്ടിയേ. അപ്പൊ നമുക്ക് ഇനി വെള്ളം കളയുമ്പോൾ ഒരുപാട് കല്ല് ബാക്കിയുള്ളത് കിട്ടുന്നതാണ് അല്ലേ? അപ്പൊ ചേച്ചി ഇവിടെ ട്രയലിലേക്ക് മഞ്ഞൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയേ, അപ്പൊ നമ്മൾ കഴുകിയെടുത്തുള്ള മഞ്ഞളാണ്. അപ്പൊ അതിലെല്ലാ ചെളിയും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്കി പൊടിക്കുക, അതാണ് അടുത്ത പ്രോസസ് വരുന്നത്. ഇത് കഴുകി വാരി കഴിഞ്ഞപ്പോ അടിയില് അടിഞ്ഞേക്കുന്ന കല്ലും മണ്ണുമാണ് ഈ കാണുന്നൊക്കെ. നിങ്ങൾ നോക്കിയേ, മണ്ണ് നോക്കി നിങ്ങള്. നമ്മള് ഫുള്ള് കഴുകി കഴിഞ്ഞപ്പോ അടിയിൽ ട്രയൽ ഉണ്ടായിരുന്ന അവസാനം വന്നിട്ടുള്ള വേസ്റ്റ് ആണ്. ഇതൊക്കെ കളയാനുള്ളതാണ്. ഇതിൽ കല്ലും മണ്ണും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇതൊക്കെ കഴുകി എടുത്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എല്ലാം കൂടി മഞ്ഞൾ ഉണക്കി കഴുകി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വയറ്റിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത മഞ്ഞൾ ഡ്രയറിൽ വെച്ച് ഉണക്കാൻ പോവുകയാണ്. കഴുകിയെടുത്തു, നമ്മൾ നീറ്റായി കഴുകിയെടുത്തു. നമ്മുടെ ഡ്രയറിൽ വെച്ചിട്ടാണ് ഉണക്കുന്നത് അല്ലേ? അപ്പൊ ഇനി ഇതിപ്പോ എത്ര സമയം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട്? മൊത്തത്തില് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ.
6-7 മണിക്കൂർ 6-7 മണിക്കൂറാണ് ഇത് ഉണങ്ങാനായിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഇത് ഉണക്കാൻ വെച്ചാലോ? എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്? ഇതാ ആണ് മെഷീൻ, ട്രേ സൈഡാണ് വരുന്നത് അല്ലെ, 5 തട്ടിന്റെ മെഷീൻ. ട്രേ പുറത്തേക്ക് എടുക്കാം നമുക്ക്, എവിടെ വെച്ച് പിടിക്കണം. അതേപോലെ നമ്മൾ ഇതേപോലെ ട്രയൽ അടിക്കടിക്ക് വെക്കുകയാണ് അല്ലേ. നമ്മള് മഞ്ഞൾ ട്രയലാക്കി ലോഡ് ചെയ്തു. ഇനി ഡ്രയർ ഓൺ ചെയ്യണം. ഡ്രയർ ഓൺ ചെയ്യാൻ പോകണല്ലേ. അതവിടെ സ്വിച്ച് ഓൺ ചെയ്തു. ഇൻവേർട്ടർ വരുന്നുണ്ട് അല്ലേ? ഇൻവെർട്ടർ വരുന്നത്. ഇൻവേർട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മെഷീന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്തു. മെഷീൻ ഓൺ ആയി കംപ്ലീറ്റ് ആയിട്ട്. ഓണായി. ഇപ്പൊ ഇതിൽ നമ്മൾ എത്ര ടെമ്പറേച്ചർ വരെ വെച്ചിരിക്കുന്നത്? 60 അല്ലേ. 60 ആകുമ്പോൾ കട്ട് ഓഫ് ആയിക്കോളൂ അല്ലേ? കട്ട് ഓഫ് ആകും. 60 ആണ് ഇവിടെ ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഷീൻ നല്ല യൂസ് ഉണ്ടോ? ഇപ്പൊ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെയാണ് നമ്മള് ഉണക്കിയെടുക്കുന്നത്. മുളക്, മല്ലി, മഞ്ഞള്, അങ്ങനെ ഗോതമ്പ്, റാഗി, കമ്പം, എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ വെച്ചിട്ടാണ്. കാശ്മീരി മുളക്, അങ്ങനെ എല്ലാം ഇതിൽ തന്നെ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. ഇപ്പൊ ഏത് സമയത്തും മഴയാണ്. ഡിസംബറിൽ ഇപ്പൊ മഴ തന്നെയായിരുന്നു. മഴയായിരുന്നു. ഈ ആശ്രയം ഇതാണ് ഉണക്കാനായിട്ട് അല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിൽ എപ്പോഴൊക്കെയാണ് മഴ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഡിസംബർ മാസം ഇപ്പൊ മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ മഴയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിൽ ഡ്രയർ തന്നെ വേണം. അപ്പോൾ ഇവിടെ ചേട്ടൻ നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണക്കി എടുക്കുന്നത് നമ്മുടെ ഈ ഡ്രയറിലാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഡ്രയറിനെ പറ്റി അറിയുന്നത്? ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിരുന്നു. നമ്മുടെ മഞ്ഞളോട് ലോഡ് ചെയ്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് അടച്ചു വെക്കാം അല്ലേ. നമ്മൾ അടച്ചു വെച്ച് ഒരു 6-7 മണിക്കൂർ എടുക്കും ഇത് ഉണങ്ങി വരാനായിട്ട്. അപ്പൊ അത് ഉണങ്ങി വരട്ടെ, നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാന്നുള്ളതാണ്. നമ്മുടെ ഈ ഡ്രയർ എടുത്തത് എവിടുന്നാണ്? മെഷീൻ ഹബിൽ നിന്നാണ് എടുത്തത്. മെഷീൻ ഹബിൽ നിന്നാണ് നമ്മുടെ ഷോറൂമിൽ നിന്നാണ് എടുത്തത് അല്ലേ? അതെ. അപ്പൊ ഇവിടെ ഒരുപാട് മെഷീൻസ് വേറെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഉണങ്ങി ഞാൻ അടുത്ത പ്രോസസ് വരാം, പൊടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പൊടിക്കുന്ന മെഷീൻസ് ഒന്ന് നോക്കാം. അപ്പൊ ഒരുപാട് മെഷീൻസ് ഉണ്ടല്ലോ, ഇതെന്താണ് അതിനെ? ഇത് ഓരോന്നും ഓരോ മെഷീനിലാണ് പൊടിക്കുന്നത്. അതെ, മുളക് പൊടിക്കാനായിട്ട്, മഞ്ഞൾ പൊടിക്കാനായിട്ട്, മല്ലി പൊടിക്കാനായിട്ട്, അരി പൊടിക്കാനായിട്ട്, ഗോതമ്പ് പൊടിക്കാനായിട്ട്. അതെ അതെ. അത് അരി പൊടിച്ച് വറുത്തതിന് ശേഷം അതിലെ കട്ട ഉടയ്ക്കാൻ വേണ്ടി. ഇത് കുട്ടികൾക്കൊക്കെ ചെറിയ ഈ മില്ലറ്റ്സ് അങ്ങനെ ഉള്ളതൊക്കെ പൊടിക്കാൻ പറ്റും. അപ്പൊ അത് ഹൈജീനിക് ആയിട്ട് പൊടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് മില്ലറ്റ്സ് ഒക്കെ പൊടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈജീനിക് ആയിട്ട് ചെയ്യണമെന്നുള്ള കുഞ്ഞു മെഷീൻ എടുത്തേക്കാണ്. ഇങ്ങനെയുള്ള എല്ലാ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കുഞ്ഞെ പൊടിക്കുന്ന മെഷീൻ ആയാലും, അതുപോലെ നമ്മുടെ വലിയ കളറൈസർ മെഷീൻസ് ആയാലും മെഷീൻസ് ആണ്. അതുപോലെ റോസ്റ്റർ മെഷീൻ വരുന്നുണ്ട് അല്ലേ? അരി പൊടിച്ച് വറക്കുന്ന റോസ്റ്റർ മെഷീൻ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് സർഗം മില്ലറ്റ്, ഇത് പേൾ മില്ലറ്റ്, ഇത് ഫിംഗർ മില്ലറ്റ്, റാഗി, ഇത് ഉലുവ നമ്മുടെ, പിന്നെ ഇത് ഗോതമ്പ്. എല്ലാം കഴുകി ഉണക്കി എടുക്കുന്നതാണ്. കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണല്ലേ. ഇതുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുക? ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. ചപ്പാത്തി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ കൊണ്ട് ദോശ ഉണ്ടാക്കാം. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ദോശ ഉണ്ടാക്കണം. ഇതേപോലെ നല്ല മില്ലറ്റ്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. മൾട്ടി മില്ലറ്റ് ആട്ടാന്നാണ് ചേട്ടന് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പ്രോസസ് എന്താ വരുന്നത്? ഇത് ഇനി എല്ലാം കൂടി കൂട്ടി പൊടിക്കും. എല്ലാം കൂടി കൂട്ടിയിട്ട് പൊടിക്കുക, അത്രേ വരുന്നുള്ളൂ അല്ലെ? പൊടിക്കുക, പാക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ ഇതും ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതെ. അതിന്റെ പാക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ചേട്ടാ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്? ഇത് എല്ലാവിധ മസാലപ്പൊടികളും ഉണ്ട്, ധാന്യപ്പൊടികളുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, റാഗിയുടെ പൊടി, റാഗിയുടെ പുട്ടുപൊടി, കമ്പത്തിന്റെ പൊടി, കമ്പത്തിന്റെ പുട്ടുപൊടി, ഗോതമ്പ് പൊടി, ഗോതമ്പിന്റെ പുട്ടുപൊടി, അരിപ്പൊടി, അങ്ങനെ എല്ലാവിധ ഇതുണ്ട്. ചിക്കൻ മസാല, ഗരം മസാല, സാമ്പാർ പൊടി എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. പിന്നെ മൾട്ടി മില്ലറ്റ് ആട്ട. ഇതിപ്പോ ചേട്ടന്റെ തന്നെ ഓൺ എന്താ പറയാ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ചേട്ടൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവമാണ്. ഇതേപോലെ എല്ലാ സംഭവങ്ങളും ഇപ്പൊ മഞ്ഞപ്പൊടി, മുളക് പൊടി തൊട്ട് മസാലകൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട്. അതും ഇവരുടെ തന്നെ മില്ലില് അത്രയും വൃത്തിയിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്ന സംഭവങ്ങളാണ്. അത്രയും ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇപ്പൊ മലയാറ്റൂര് വഴി വരാണെങ്കിൽ മലയാറ്റൂര് പാലം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിച്ചിലക്കോട് എത്തും. കുറിച്ചിലക്കോട് സെന്റർ തന്നെയാണ്. അത് കുറുപ്പംപടി വഴി വരാം, വല്ലം വഴി വരാം അല്ലേ? അപ്പൊ നിങ്ങള് മലയാറ്റൂരിന്റെ അടുത്ത് തന്നെയാണ്. മലയാറ്റൂർ കഴിഞ്ഞ വശം
നമ്മുടെ കുറിച്ചിലക്കോട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. കുറിച്ചിലക്കോട് സെന്ററിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള സംഭവം ഇവിടെ ഒന്ന് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുമോ? ഇപ്പൊ ഓൾറെഡി തന്നെ ഞാൻ ബോംബെക്കൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് ഇഷ്ടമാതിരി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാം. UK, കാനഡ, ഓസ്ട്രേലിയ, ഗൾഫ് കൺട്രീസ് ഒക്കെ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ആൾക്കാർ ഓൾറെഡി കൊണ്ടുപോകുന്നുണ്ട്. ഓൾറെഡി ചേട്ടൻ്റെ ഇവിടെ കൊറിയർ സർവീസ് ഒക്കെ ഉള്ളതാണ്. ഒരുപാട് പേര് പുറത്തൊക്കെ നമ്മുടെ കൺട്രിക്ക് പുറത്തുനിന്നുള്ളവരും ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും മേടിക്കുന്നതിന്റെ കാരണം അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോപ്പിന്റെ ഇവിടുത്തെ വീഡിയോസും വിഷ്വൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ പൊടിക്കുന്ന മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും, കറക്കുന്ന മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലവറിന്റെ ഓയിലിന്റെ വേണ്ടിയിട്ട് എല്ലാ മെഷീൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ മെഷീനെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.